നമസ്കാരം. 2018 കാസ എന്ന സംഘടന രൂപം കൊള്ളുന്നത്. ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ ശക്തമായ നിലപാടെടുക്കുന്നൊരു സംഘടനയായി പെട്ടെന്ന് കാസ മാറി. ഔദ്യോഗികമായി ഏതെങ്കിലും ഒരു സഭാവിഭാഗം കാസയ്ക്ക് പിന്തുണ നൽകിയിട്ടില്ലെങ്കിലും സഭാവിശ്വാസികളിൽ നല്ലൊരു ശതമാനവും പുരോഹിതന്മാരിലും മെത്രാന്മാരിലും നല്ലൊരു ശതമാനവും കാസയെ മനസ്സുകൊണ്ട് പിന്തുണയ്ക്കുന്നു. പലരുടെയും മനസ്സിലുള്ള കാര്യങ്ങൾ അവർക്ക് പറയാൻ ധൈര്യമില്ലാത്തപ്പോൾ കാസ അത് പറയുന്നു എന്ന തരത്തിൽ അതിനെ ആദരിക്കുകയാണ് ക്രൈസ്തവ വിശ്വാസികളിൽ നല്ലൊരു ഭാഗം. എന്നാൽ കാസ ഒരു വർഗീയ സംഘടനയാണ്, അത് വെറുക്കപ്പെടേണ്ടതാണ്, അതിനെ ഏഴയൽപ്പക്കത്ത് അടുപ്പിക്കരുത് എന്നാണ് മിക്കവരുടെയും ഭാഷ്യം. സഭാ നേതൃത്വത്തിൽ ചിലർ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ദീപിക ദിനപത്രം കാസയ്ക്കെതിരാണ്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും കാസ 2018 മുതൽ 2025 വരെ അനുനിമിഷം വളരുന്നു. കാസയിൽ അംഗത്വം കിട്ടണമെങ്കിൽ 2 മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന്, ക്രിസ്ത്യാനി ആയിരിക്കണം. ഏത് ഉപവിഭാഗത്തിൽപ്പെട്ടാലും കുഴപ്പമില്ല, ക്രിസ്ത്യാനി ആയിരിക്കണം. 2, രാജ്യസ്നേഹിയായിരിക്കണം. എന്ന് വെച്ചാൽ തീവ്രവാദ വോക്കിസ്റ്റ് ആശയങ്ങളെ എതിർക്കുന്നവരായിരിക്കണം. അങ്ങനെയുള്ള ഒരാൾക്ക് കാസയിൽ അംഗത്വത്തിന് അപേക്ഷിക്കാം. ആ അപേക്ഷ കിട്ടിയാൽ ഒരു പ്രാഥമിക അംഗത്വം ആദ്യം കൊടുക്കും. ഏതാണ്ട് 1 വർഷത്തോളം അവരെ നിരീക്ഷിച്ച ശേഷം മാത്രമേ പൂർണ്ണ അംഗത്വം കൊടുക്കൂ. കടുത്ത ഭിന്നതയും വിദ്വേഷവും ഒക്കെ വെച്ച് പുലർത്തുന്നവർക്ക് കാസ അംഗത്വം കൊടുക്കില്ല. ഔദ്യോഗികമായ സഭ കാസ അംഗീകരിച്ചിട്ടില്ല. കാസ സഭയുടെ അംഗീകാരം തേടിപ്പോയിട്ടുമില്ല. അത് 2 പേർക്കും അത് അസൗകര്യമുണ്ട്. കാസയുടെ പ്രവർത്തിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സഭയ്ക്കോ സഭയുടെ എല്ലാ കാര്യങ്ങളും ആ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കാസയ്ക്കോ കഴിയാത്ത സാഹചര്യം. എന്നാൽ മനസ്സുകൊണ്ട് വിശ്വാസികളിൽ നല്ലൊരു ഭാഗവും പുരോഹിതന്മാരിൽ നല്ലൊരു വർഗവും കാസയെ പിന്തുണയ്ക്കുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. സദ്ദാം ഹുസൈനെ അമേരിക്ക തൂക്കിലേറ്റിയ സമയത്ത് കേരളത്തിൽ നടന്ന ഹർത്താലിനെതിരെ തുടങ്ങിയ ഒരു മൂവ്മെന്റിന്റെ തുടർച്ചയാണ് വാസ്തവത്തിൽ കാസ എന്ന ഈ സംഘടന. ഇന്ന് കാസയ്ക്ക് ഒരു പ്രസിഡന്റാണ്, കെവിൻ പീറ്റർ എന്നാണ് പേര്. സംസ്ഥാന കമ്മിറ്റിയുണ്ട്. എല്ലാ ജില്ലയ്ക്കും എല്ലാ നിയമസഭാ മണ്ഡലങ്ങൾക്കും പ്രത്യേക കമ്മിറ്റികളുണ്ട്. കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമൊക്കെ കാസയ്ക്ക് യൂണിറ്റുകളുണ്ട്. അനുനിമിഷം കാസ ശക്തിപ്പെടുന്നെന്നും ഏതാണ്ട് 6000-ഓളം കേഡർ അംഗങ്ങളുണ്ട് എന്നുമാണ് കാസ അവകാശപ്പെടുന്നത്. KPCCയുടെ പുതിയ ഡിജിറ്റൽ മീഡിയ കൺവീനറായി നിയമിക്കപ്പെട്ട ഹൈബി ഈഡൻ MP കാസയുടെ കടുത്ത എതിരാളിയാണ്. കാരണം ഹൈബി ഈഡൻ മുനമ്പം വിഷയത്തിൽ എടുത്ത നിലപാടിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ശക്തമായ നിലപാടെടുക്കുകയും ചെയ്തു കാസ. അതിന് പ്രതികാരം എന്നോണം കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ കാസ BJPയുടെ ഫണ്ട് കൈപ്പറ്റുന്ന ഒരു വർഗീയ പ്രസ്ഥാനമാണ് എന്ന് ഹൈബി ഈഡൻ ആഞ്ഞടിച്ചു. ഹൈബി പറയുന്നത് കാസ എന്ന വാക്ക് തന്നെ വിശുദ്ധമാണ്. യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവും പ്രതീകാത്മകമായി വിശുദ്ധ കുർബാനയിൽ എടുക്കുന്നത് കാസയിലും പീലാസയിലുമാണ്. അതുകൊണ്ട് അങ്ങനെ വിശുദ്ധമായ ഒരു വാക്ക് ഇങ്ങനെ ഒരു വർഗീയ സംഘടന ഉപയോഗിക്കാൻ പാടില്ല, CASA എന്ന് മാത്രം വിളിച്ചാൽ മതി എന്നാണ് ഹൈബി ഈഡന്റെ ഭാഷ്യം. അമ്മ എന്ന സംഘടന അമ്മ എന്ന പേര് ഉപയോഗിക്കരുത്, പകരം AMMA എന്ന് വിളിക്കണം എന്ന് പറഞ്ഞ പോലെ ഒരു വാദമാണ് ഹൈബി ഈഡൻ ഉയർത്തിയത്. അങ്ങനെയൊക്കെ പറയാനുള്ള അവകാശം ഹൈബി ഈഡൻ ഉണ്ടെങ്കിലും BJPയുടെ ഫണ്ടിംഗ് ഉണ്ട് എന്നത് കാസയെ പ്രകോപിപ്പിച്ചിരിക്കുന്നു. ഫണ്ടിംഗ് ഉണ്ട് എന്ന ആരോപണത്തെ അതീവ ഗൗരവമായി എടുത്തിരിക്കുന്നതായും അതിന് തെളിവുകൾ പുറത്തുവിടുകയോ തെറ്റുതിരുത്തി മാപ്പ് പറയുകയോ ചെയ്തില്ലെങ്കിൽ നിയമ പോരാട്ടം നടത്തുന്നതായും കാസ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. കാസ കടുത്ത ഭാഷയിൽ ഹൈബി ഈഡൻ തൻ്റെ പിതാവ് ജോർജ് ഈഡനാണ് എന്ന് തെളിയിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. കാസയുടെ വൈകാരികമായ കുറിപ്പ് ഇങ്ങനെയാണ്: ശ്രീ ഹൈബി ഈഡനോട് സുഡാപ്പി ചാനലിൽ ഇരുന്നു കൊണ്ട് കാസയ്ക്കെതിരെ നീ ഉന്നയിച്ച ആക്ഷേപം തെളിയിച്ചാൽ ജോർജ് ഈഡൻ തന്നെയാണ് നിന്റെ പിതാവെന്ന് ഞങ്ങൾ സമ്മതിക്കാം. ഒപ്പം കാസ എന്ന സംഘടന ഞങ്ങൾ പിരിച്ചുവിടാം. എറണാകുളം SDPI ഓഫീസ് മുതൽ അങ്ങ് ഡൽഹി വരെ പിടിപാടുള്ള ഹൈബി ഈഡൻ MPക്ക് സുഡാപ്പികളുടെയും സംസ്ഥാന ഭരണകൂടത്തിൻ്റെയോ സഹായം സ്വീകരിച്ചുകൊണ്ട് തന്നെ കാസ എന്ന സംഘടനയെയോ അതിന് നേതൃനിരയിലുള്ളവരെയോ BJPയിൽ നിന്നോ മറ്റേതെങ്കിലും സംഘപരിവാർ സംഘടനയിൽ നിന്നോ 1 രൂപയെങ്കിലും കൈപ്പറ്റിയതായി 15 ദിവസത്തിനുള്ളിൽ തെളിയിക്കാൻ ഞങ്ങൾ ഹൈബി ഈഡൻ MPയെ വെല്ലുവിളിക്കുന്നു. ഒരു കഴിവുമില്ലാത്തവനായിരുന്നിട്ടും പിതാവ് മരിച്ചതിൻ്റെ ആശ്രിത നിയമനത്തിൽ MP സ്ഥാനം ലഭിച്ച ഹൈബി ഈഡൻ ഇക്കാലം അത്രയും എറണാകുളത്തു നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതൊക്കെ താൻ ലത്തീൻ കത്തോലിക്കനാണെന്നും താൻ പഴയ മത്സ്യത്തൊഴിലാളി കുടുംബാംഗമാണെന്നും പറഞ്ഞ് പാവപ്പെട്ട എറണാകുളത്തെ ലത്തീൻ കത്തോലിക്കിനെ പറ്റിച്ചുകൊണ്ടായിരുന്നു. എന്നാൽ ഹൈബി ഈഡൻ MP ആയതിനു ശേഷം ഇക്കാലം അത്രയും എറണാകുളത്തെയും കൊച്ചിയിലെയും ക്രിസ്ത്യാനികളെ പിന്നിൽ നിന്ന് കുത്തുന്നതും വഞ്ചിക്കുന്നതുമായ സമീപനമായിരുന്നു സ്വീകരിച്ചു വന്നത്. ക്രിസ്ത്യൻ സമൂഹം പൊതുവെ ഇക്കാലയളവിൽ കേരളത്തിൽ നേരിട്ടിട്ടുള്ള എല്ലാ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ഹൈബി ഈഡൻ ക്രിസ്ത്യാനികളുടെ ശത്രുപക്ഷത്തായിരുന്നു. ഒരു വിഷയത്തിൽ പോലും ഹൈബി ഈഡൻ സ്വന്തം സമുദായത്തിന് വേണ്ടിയോ നീതിക്കൊപ്പമോ ഇതുവരെ നിലകൊണ്ടിട്ടില്ല. ഏറ്റവും ഒടുവിൽ തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച മുനമ്പത്തെ ജനതയെ
പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ട് അവരെ കുടിയിറക്കാനായി ഇസ്ലാമിക സംഘടനകൾക്കൊപ്പം നിന്ന പ്രധാനികളിൽ ഒരാൾ സ്ഥലം എം പിയായ ഹൈബി ഈഡൻ തന്നെയായിരുന്നു. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഡൽഹിയിൽ നാടകം കളിച്ച ഹൈബി ഈഡൻ അതിനുശേഷം സ്വന്തം മണ്ഡലത്തിലെ കളമശ്ശേരിയിലും പള്ളുരുത്തിയിലും കന്യാസ്ത്രീകൾക്കും വൈദികർക്കുമെതിരെ ഉണ്ടായ വിഷയങ്ങളിൽ ജിഹാദികൾക്കൊപ്പം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ ഗുരുവായ ക്രിസ്തുവിനെ ഒറ്റ നൽകിയ യൂദാസിന്റെ സ്വഭാവം കാണിക്കുന്ന ഹൈബിക്ക് ക്രിസ്തു തൻ്റെ മക്കൾക്ക് വേണ്ടി സ്ഥാപിച്ച പരിശുദ്ധ ബലിയിൽ എടുത്തുയർത്തി അർപ്പിക്കപ്പെടുന്ന കാസ എന്ന വാക്ക് ഉച്ചരിക്കാനുള്ള യാതൊരു അർഹതയുമില്ല. അതുകൊണ്ട് ഹൈബിയുടെ ആ സുഡാപ്പി മാധ്യമത്തിലെ പ്രസ്തുത ഇന്റർവ്യൂവിലെ ആ ഭാഗത്തോട് ഞങ്ങളും യോജിക്കുന്നു. കാരണം നീ വർത്തമാനകാലത്തിലെ അഭിനവ യൂദാസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കാസ എന്ന വാക്ക് നീ ഒരിക്കലും ഉച്ചരിക്കരുത്. വോട്ട് ചെയ്ത് വിജയിപ്പിച്ച സ്വന്തം ജനത്തെ മറന്നുകൊണ്ട് ശത്രുക്കൾക്കൊപ്പം നിലകൊള്ളുന്നതും എറണാകുളത്ത് മതമൗലികവാദത്തെ പാലൂട്ടി വളർത്തുന്നതിന് പിന്തുണ കൊടുക്കുന്നതുമായ ഹൈബി ഈഡന്റെ നിലപാടുകളെ സ്ഥിരമായി തുറന്നു കാട്ടുന്നതും എതിർക്കുന്നതുമാണ് ഹൈബി ഈഡൻ കാസയ്ക്കെതിരെ ഇപ്പോൾ രംഗത്തെത്താൻ കാരണമായിരിക്കുന്നത്. BJP എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കാസ എന്ന ക്രിസ്ത്യൻ സംഘടനയെ ഫണ്ട് ചെയ്യുന്നത് എന്ന് പാർലമെന്റ് അംഗം പരസ്യമായി പറയുന്നത് ഒരു ഗുരുതരമായ ആരോപണമാണ്. ആയതിനാൽ ആദ്യ നടപടി എന്ന നിലയിൽ എറണാകുളം MP ആയ ഹൈബി ഈഡനോട് 15 ദിവസത്തിനുള്ളിൽ അത് തെളിയിക്കാൻ കാസ പരസ്യമായി വെല്ലുവിളിക്കുന്നു. നട്ടെല്ലുണ്ടെങ്കിൽ ഹൈബി ഈഡൻ വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള ധൈര്യം കാണുക. ഹൈബി കാസയ്ക്കെതിരെ നടത്തിയിരിക്കുന്ന ആരോപണം തെളിയിച്ചാൽ ജോർജ് ഈഡൻ തന്നെയാണ് ഹൈബിയുടെ പിതാവെന്ന് ഞങ്ങൾ സമ്മതിച്ചുകൊണ്ട് കാസ എന്ന സംഘടനയെ ഞങ്ങൾ പിരിച്ചുവിടും. വിശ്വസ്തയോടെ ടീം കാസ. കാസ വികാരഭരിതമായി കുറിപ്പെഴുതിയിരിക്കുന്നു. കാസയുടെ വെല്ലുവിളി ഹൈബി ഈഡൻ ഏറ്റെടുക്കുമെന്ന് അറിയില്ലെങ്കിലും കാസയോട് എനിക്ക് പറയാനുള്ളത് കുറച്ചുകൂടി നല്ല ഭാഷ പ്രയോഗിക്കണം. ഹൈബി ഈഡനെ വെല്ലുവിളിക്കാൻ വേണ്ടി അന്തരിച്ചു പോയ ആ പാവപ്പെട്ട ജോർജ് ഈഡനെ വലിച്ചഴിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല എടാ വാട നീ തുടങ്ങിയ ഭാഷ ഒരു സംഘടനയ്ക്ക് ഉചിതമാണോ എന്നാലോചിക്കണം. കാസ അവകാശപ്പെടുന്നത് പോലെ അനേകം വിശ്വാസികളുടെ പിന്തുണയുണ്ടെങ്കിൽ തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ജാഗ്രതയും ഉത്തരവാദിത്വവും പാലിക്കണം. ശക്തമായി വിമർശിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ഉപയോഗിക്കുന്നത് മാന്യമായ ഭാഷയായില്ലെങ്കിൽ അത് തിരിച്ചടിയാവുന്നത് ആ പ്രസ്ഥാനത്തിനും ആശയത്തിനുമാകും എന്ന് മറക്കരുത്.